നീ എത്ര വളർന്നാലും ഉമ്മാടെ മുന്നിൽ നിന്റെ ശബ്ദം ഉയരരുത്. വാപ്പാടെ മുന്നിൽ നിന്റെ ശബ്ദം ഉയർന്നാൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? തന്റെ ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്താറില്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് എന്ന് പറയുന്ന വാക്ക് പോലും നിങ്ങൾ പറയല്ലോ. പക്ഷേ ഇന്ന് എന്നല്ല പറയുന്നത്. ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കള്, ഉമ്മാനെ കളിയാക്കുന്ന മക്കള്, ഉമ്മയോട് കയർത്ത് സംസാരിക്കുന്ന മക്കള്, അല്ലാഹുവേ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നോ ചെറുപ്പക്കാരാ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണമെന്താ? അവിടെന്ന് പറയുകയാണ്, ഹത്താ കാന യസ്അലു മൻ ഇൻദഹാ ബഅദ അൻ യഖ്റുജ മാദാ ഖാലത് ഉമ്മി. തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നു, മാതാവ് രോഗം പിടിച്ച് കിടക്കുന്ന ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് അവര് തിരിച്ചു പോകുമ്പോ ഉമ്മ കാണാതെ ഇറങ്ങി പോകുകയാ. വീട്ടിൽ വിരുന്ന് വന്നിട്ട് പോകുന്നവരുടെ പുറകെ പോവുകയാണ്. ഓടി ചെന്നിട്ട് ചോദിക്കുകയാ, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? എന്റെ ഉമ്മയ്ക്ക് എന്റെ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ചെയ്തു കൊടുക്കാരാ. വീട്ടിൽ വന്ന് ഉമ്മാനെ കണ്ടിട്ട് പോകുന്നവരുടെ പുറകെ ചെന്ന് ഉമ്മയുടെ പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്ന മകനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് പോകുമ്പോ കൂടെ ചെന്നിട്ട് ചോദിക്കും, ഉമ്മയ്ക്ക് വല്ല കുറവുണ്ടോ? വീട്ടിൽ വല്ല പരാതിയും പറഞ്ഞോ? ഇന്നാണെങ്കിൽ അങ്ങനെ പോയി ചോദിച്ചിട്ട് ഉമ്മാനെ തല്ലും. ഇന്നത്തെ മക്കള് ആരോടെങ്കിലും ഉമ്മ വല്ല പരാതിയും പറഞ്ഞാൽ ചോദിക്കും, നിങ്ങൾ എന്തിനാ നാട്ടുകാരോട് പറഞ്ഞ് എന്നെ നാണം കെടുത്ത ഇങ്ങനെ നിൽക്കും. പക്ഷെ ആ ചെറുപ്പക്കാരൻ അങ്ങനല്ല. ഈ മകനോട് ഉമ്മ ഒന്നും പറയാറില്ല. അത് അങ്ങനെ ഉമ്മ അങ്ങനെ തന്നെ. ഉമ്മ പല മക്കളോട്, നമ്മളോട് പലരോടും ഉമ്മയുടെ പല ആഗ്രഹവും പറയാറില്ല. അത് പറയാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നല്ല, പെണ്ണുമ്പിള്ളയെ പേടിച്ചിട്ടാ തന്നെ. നമ്മുടെ ഭാര്യമാരെ പേടി, അതുകൊണ്ടാ പറയാത്തെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ ചോദിച്ചിട്ട് അറിഞ്ഞ് ചെയ്തു കൊടുക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീട്ടിൽ വരുന്നവരോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഉമ്മായും വാപ്പായും പറയുന്നതെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രോഗം പിടിച്ച് കിടക്കണ വാപ്പ പറയും, മോനെ പ്രഷറിന്റെ ഗുളിക തീർന്നടാ, ഇത്തിരി വാങ്ങിത്താ. നിങ്ങളിപ്പം ചോറിന് പകരം ഗുളികയാണോ തിന്നണേന്ന് കഴിക്കണേ? എടാ, പ്രഷറിന്റെ ഗുളിക, ഷുഗറിന്റെ ഗുളിക ഒന്ന് വാങ്ങിത്തരാൻ പറയുമ്പോഴും ചോദിക്കുന്നത് അടുത്ത ചോദ്യം വാങ്ങിത്തരാന്നല്ല, നിങ്ങൾ എന്താ ഇതാ തിന്നണേന്ന് ചോദിക്കണേ. അതിനു പോലും കണക്ക് പറയുന്ന മക്കളുടെ കാലം അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ പാപങ്ങൾ പട്ടിണി കിടന്നിട്ടാ നമ്മളെ വളർത്തിയത്. നമ്മൾ രോഗം പിടിച്ച് കിടക്കുമ്പോഴും അല്ലാഹു ഉമ്മ രോഗിയാ, എന്നാലും നമ്മൾ കരഞ്ഞ പാല് തന്ന് നമ്മളെ വളർത്തിയവരാ അവരില്ലെങ്കിൽ നമ്മളില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ മാസത്തിൽ ആരെങ്കിലും ഉമ്മാടെയും വാപ്പാടെയും മുഖത്ത് സ്നേഹത്തോടെ നോക്കിയാൽ, അത്രേ പറഞ്ഞുള്ളൂ, സ്നേഹത്തോടുകൂടി നിങ്ങൾ ആരെങ്കിലും ഈ പരിശുദ്ധമായ റമളാൻ മാസത്തില് ആരെങ്കിലും തന്റെ ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്തേക്കൊന്ന് നോക്കിയാൽ അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ നിങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ഒരെണ്ണം കൂടെ പറഞ്ഞ് ദുആ ചെയ്യാ. 12 മണിയായി ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സയ്യിദ് റബറുകൾ കഥാ ദുആയിക്ക് കടന്നു വരാ സമയമായി, അതുകൊണ്ട് നിർത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ചുമക്കുന്ന മക്കൾ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളാണ്. അവർക്കൊരു സ്ഥാപനം പണിയുന്നതിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, 4 ശബ്ദങ്ങൾ അല്ലാഹുവിന്, 3 ശബ്ദങ്ങൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവാണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ള 3 ശബ്ദങ്ങളുണ്ട്. 3 ശബ്ദങ്ങൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അതിലെ ഒന്നാമത്തെ ശബ്ദം എന്തെന്നറിയുവോ? ഖുർആൻ ഓതുന്ന ശബ്ദമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുർആൻ ഓതുന്ന ശബ്ദം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖുർആൻ ഓതേണ്ട മാസമാണ്, ഖത്തം തീർക്കേണ്ട മാസമാണ്, ഖുർആനുമായിട്ട് അടുക്കേണ്ട മാസമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുന്നവരോട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, നിസ്കാര റൂമിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന, അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്നിട്ട് ഖത്തം ഓതുന്ന എന്റെ പ്രിയപ്പെട്ടവര്, ഖുർആൻ ഓതുന്ന ശബ്ദം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമാണ്. രണ്ടാമത്തെ ശബ്ദം ഏതെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ ദിക്ർ പറയുന്ന ശബ്ദമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതെല്ലാ ദിക്റുകളാണല്ലോ, ഇതിന്റെ മഹത്വം നമുക്കറിയുമല്ലോ. അതുകൊണ്ട് റമളാനിൽ ദിക്ർ പറഞ്ഞു, ആ ശബ്ദവും അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. മൂന്നാമത്തെ ശബ്ദം എന്തെന്നറിയുമോ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഇസ്തിഗ്ഫാർ പറയുന്നത്, ഇസ്തിഗ്ഫാർ പറയുന്നത് അല്ലാഹുവേ, ആ ശബ്ദം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങള്, ഇസ്തിഗ്ഫാർ, ഒരൊറ്റ അസ്തഗ്ഫിറുല്ലാഹ് പതിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ അല്ലാഹുവേ തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യമാണ്. അതുകൊണ്ടാണല്ലോ റമളാനിന്റെ 30 ദിവസം നമ്മൾ ദുആ ചെയ്യുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. ഈ ദുആ മറക്കരുത്. ഈ നാല് കാര്യം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമോ? ഈ നാല് കാര്യം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമോ? ഷഹാദത്ത് കലിമ പറയുന്നത് പടച്ചവന് വല്ലാത്ത ഇഷ്ടമാണ്. അത് മീസാൻ എന്ന താർസാസിലെ ഭാരമുള്ള വസ്തുവാണ്. 2, അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ പടച്ചവന് വല്ലാത്ത ഇഷ്ടമോ? പാപം ചെയ്ത അടിമ പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നത് വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചവനെ, ഞാൻ കള്ളു കുടിച്ചു പുറത്തു തരണേ, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസവും കുടിച്ചു, ഒന്നും പശ്ചാത്തപിച്ചു, പിന്നെയും ചെയ്തു, പിന്നെയും പശ്ചാത്തപിച്ചു, പിന്നെയും ചെയ്തു, പിന്നെയും പശ്ചാത്തപിച്ചു. അല്ലാഹുവിന് നിന്നോട് വെറുപ്പില്ല, സ്നേഹം കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 3, അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗം തരണേ അല്ലാഹ്, എനിക്ക് സ്വർഗ്ഗം തരണേ അല്ലാഹ്. എപ്പോഴും ചോദിക്കണം ചെറുപ്പക്കാരാ, എപ്പോഴും ചോദിക്കണം, പിശുക്ക് കാണിക്കാ പാടില്ല. ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും നീ അവിടെ നിന്ന് ചോദിക്കണം, അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗം തരണേ. എങ്കിലും നിനക്ക് സ്വർഗ്ഗം ഉറപ്പാടാ, നിനക്ക് സ്വർഗ്ഗം ഉറപ്പാ. 4, വഅഊദു ബിക മിനൻ നാർ. നരകത്തിനെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഈ 4 കാര്യം റമളാനിനെ മറക്കാതെ പറയടേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഖുർആൻ ഓതുന്ന സമയത്ത് നേരെ ചൊവ്വയിരുന്ന് ഖുർആൻ ഓതണേ. ഒരു മനുഷ്യനിരുന്ന് ഖുർആൻ ഓതുമ്പോ കാണാൻ ആളുണ്ടാകണമെന്നില്ല. ഈ വീടിന്റെ അകത്ത് ഒറ്റയ്ക്കിരുന്നാണ്, പള്ളിക്കകത്ത് ആളില്ലാത്ത സമയത്താണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മനുഷ്യന് ഖുർആൻ ഓതുമ്പോ ആ മനുഷ്യന്റെ ചുറ്റുഭാഗം മുഴുവനും മലക്കുകൾ വന്നിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഓതുന്നത് കേൾക്കാം, ഖുർആൻ ഓതുന്നത് കേൾക്കാം. അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാണ്, പടച്ചവന്റെ മലക്ക് വന്നിരുന്ന് കേൾക്കുകയാണ്. 2 റമദാനിൽ ഖുർആൻ ഓതുന്ന പെണ്ണ്, റമദാനിൽ ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരാ, ഓതുന്നത് കേൾക്കാനും മലക്കുകളുണ്ട്. 2 ആ മലക്കുകൾ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിന്റെ നെറ്റിത്തടത്തിലെ ചുംബിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകൾ നിന്നെ ചുംബിക്കുന്നുണ്ട്, അവര് നിന്നെ മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്, അവര് നിനക്ക് മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്. 3 ആ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പരിശുദ്ധമായ റമളാൻ മാസത്തില് എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടി ഇവിടെ അല്ലാഹുവിന്റെ ഖുർആൻ ചുമക്കുന്ന, ഖുർആൻ പഠിക്കുന്ന 80-ൽ പരം മക്കളുണ്ടല്ലോ. നാടും വീടും വിട്ടിട്ട് അവരിവിടെ വന്ന് തറയിൽ കിടക്കുന്നത് പടച്ചവനെ ഖുർആൻ പഠിക്കാനുള്ള മോഹം കൊണ്ടാണ്. അല്ലാഹുവേ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഭക്ഷണമാണ് അവര് കഴിക്കുന്നത്. അവർക്ക് മനോഹരമായ വീട്ടില് അവർക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. പക്ഷേ അതെല്ലാം കളന്നിട്ട് ഇവിടെ വന്ന് കിടക്കുന്നവരാ. ഈ മക്കളെ നിങ്ങൾ മറക്കരുത്. ഈ മക്കളാണ് ഈ നാടിന്റെ ഐശ്വര്യം. ഈ ഖുർആൻ പഠിക്കുന്ന മക്കളുടെ ദുആയിക്ക് ഇജാബത്തുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനിവിടെ നിന്ന് പിരിയുകയാണ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, നബി അവിടെ നിന്ന് പറയുകയാണ്. അവിടെ നിന്ന് പറഞ്ഞതെന്നറിയുമോ? മബ്റൂറായ ഹജ്ജിന് അതാ സ്വർഗമാണ് പ്രതിഫലം. സഹാബികൾ ചോദിക്കുന്നു, നബിയേ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വിശദീകരണത്തിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന് മുതഇമുൽ ജിയാർ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അതാണ് മബ്റൂറായ ഹജ്ജ്. അതിന്റെ വിശദീകരണത്തിൽ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന, നാടും വീടും വിട്ട് ചുപ്പയും തൊപ്പിയും ധരിച്ചുകൊണ്ട് ഖുർആൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ മക്കളുണ്ടല്ലോ, ഈ മക്കൾക്ക് നിങ്ങൾ ആരെങ്കിലും കഴിക്കാൻ ഭക്ഷണം കൊടുത്താ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ്, നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖാണ്, ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖാണ്. സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലൊന്ന് ചുംബിച്ചാൽ സർവ്വ പാവങ്ങളും പൊറുക്കുന്ന കല്ലാ. ആഗ്രഹമില്ലേ വാപ്പാ, ആഗ്രഹമില്ലേ പെങ്ങള്? ചുംബിക്കാൻ പറ്റിയില്ലെങ്കിലും നിനക്കൊന്ന് തൊടാൻ കൊതിയില്ലേ? കഅബാലയത്തിന്റെ കില്ല പിടിക്കണ്ടേ? മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ച് ദുആ ചെയ്യണ്ടേ? ഹിജ്റ ഇസ്മായിൽ അകത്ത് കയറി നിസ്കരിക്കണ്ടേ? സ്വർണ്ണ പാത്തിയുടെ താഴെ നിന്ന് ദുആ ചെയ്യണ്ടേ? സംസം വെള്ളം സ്വന്തം കൈകൊണ്ട് കോരി കുടിക്കണ്ടേ? സഫായിലും മർവായിലും പോയി ദുആ ചെയ്യണ്ടേ? ജന്നത്തുൽ ബഖിയ കാണണ്ടേ? മുത്തുനബിയുടെ റൗള കാണണ്ടേ? ദുനിയാവിലെ രണ്ടാമത്തെ സ്വർഗ്ഗത്തിൽ പോയി ദുആ ചെയ്യണ്ടേ? മുത്തുനബിയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്ത മൻസാറ കബരി വജബത് ലഹു ശഫാഅത്തി. എന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നവര് നാളെ എന്റെ ശഫാഅത്തുണ്ടെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക്, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്ന്, ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരിക്കുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ അതിഥിയാകോ, അള്ളാന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് പോകാ. 2 അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് ഹലാലായ ഭക്ഷണം മതി, ഹറാമായ ഒരു തന്റെയും 5 പൈസ ഇവർക്ക് വേണ്ട. കാരണം ഇവര് ഖുർആൻ ചുമക്കുന്ന മക്കളാ. അതുകൊണ്ട് പെങ്ങള്, ഇന്ന് ഈ മക്കൾക്ക് അന്നം കൊടുക്കാതെ തീരുമാനിച്ച അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം 2 ഒരു നല്ല ജീവിതമാ, സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതമാണ്. പടച്ചവരെ, എന്റെ ഭർത്താവൊന്ന് നന്നായിരുന്നെങ്കിലോ, എന്റെ ഭാര്യയൊന്ന് നന്നായിരുന്നെങ്കിലോ, എന്റെ മക്കളൊന്ന് നന്നായിരുന്നെങ്കിലോ. ഇത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ലല്ലോ. നന്നാകണമെന്ന് അവർക്ക് തോന്നണമല്ലോ. റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ഭർത്താക്കന്മാര്, നോമ്പ് പിടിക്കാത്ത ഭർത്താക്കന്മാര്, നിസ്കരിക്കാത്ത മക്കള്, ഇങ്ങനെയുള്ള കുടുംബം വല്ലാത്ത നരകമാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് അന്നം കൊടുത്താ 2 അല്ലാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം, നിനക്ക് റബ്ബ് സമാധാനമുള്ള ഒരു ജീവിതം തരികയാണ്, സമാധാനമുള്ള ജീവിതം തരികയാണ്. 3 والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. ഇത് അല്ലാഹുവാ പറഞ്ഞത്, ഇത് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. 3ാമത്തെ പ്രതിഫലം എന്താ? ഈ നോമ്പ് പിടിച്ച് നട്ടുച്ച സമയത്ത് ഇവിടെ ഇരുന്ന് കൊണ്ട് ഖുർആൻ പഠിച്ച മക്കൾക്ക് ഒരു ദിവസമെങ്കിലും കഴിക്കാൻ ഭക്ഷണം കൊടുക്കുമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഇന്ന് നീ വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ വീട് കാണാ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ മലക്കുകള്, അല്ലാഹുവിന്റെ മലക്കുകള് ഇന്ന് നിന്റെ വീട് സന്ദർശിക്കും പെങ്ങള്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് കാണാ മലക്ക് വന്നതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ വീട് കാണുന്നതിന് വേണ്ടി പടച്ച റബ്ബിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. 4ാമത്തെ പ്രതിഫലം എന്താ? 4ാമത്തെ പ്രതിഫലം എന്താ? മരിക്കുമ്പോ സ്വർഗം കാണണോ? ഒരു നല്ല മരണം വേണോ? ചിരിച്ചുകൊണ്ട് കിടക്കണോ? കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കണോ? ഒരു നല്ല മരണവാ. വഅബ്ശിറൂ ബിൽ ജന്നാ. മരിക്കുമ്പോ സ്വർഗം കാണാനുള്ള ഭാഗ്യവാ. മലക്കുകൾ പറയുന്ന പെണ്ണ്, ആ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്ത പെണ്ണ് നോക്കടി. വഅബ്ശിറൂ ബിൽ ജന്നാ. ഇതാണ് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം. ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം. നോക്കടാ ചെറുപ്പക്കാരാ, നോക്കു വാപ്പാ, ഇതാ നീ കൊടുത്തതിന്റെ പ്രതിഫലം. അല്ലാഹുവിന്റെ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ. പ്രതിഫലം എന്തെന്നറിയുമോ? 6ാമത്തെ പ്രതിഫലം എന്തേ? പള്ളിപ്പറമ്പിൽ പുഴുത്തു നാറാതെ കിടക്കാ. പടച്ചവനെ, അതാ പ്രവാചകന്മാര് കിടക്കുന്നത് പോലെ, അമ്പിയാക്കന്മാര് കിടക്കുന്നത് പോലെ, ബദരീങ്ങൾ കിടക്കുന്നത് പോലെ, സുഹദാക്കള് കിടക്കുന്നത് പോലെ, ഹാഫിളീങ്ങൾ കിടക്കുന്നത് പോലെ, ആലിമീങ്ങൾ കിടക്കുന്നത് പോലെ, അല്ലാഹു ഇഷ്ടപ്പെട്ടവര് കിടക്കുന്നത് പോലെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അറിയുമല്ലോ. ഖദീജ ബീബിയെ മണ്ണ് തിന്നില്ല. അതിന്റെ കാരണം പറഞ്ഞത് സദഖ കൊടുത്തത് കൊണ്ടാ. മണ്ണ് തിന്നാത്ത മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വാപ്പാ. ഖബർസ്ഥാനില് കിടക്കാ, പുഴുത്ത് നാറാതെ കിടക്കാ, പുഴുക്കള് തിന്നാതെ കിടക്കാ. അതിനകത്ത് പാമ്പുകളും തേളുകളുമാണല്ലോ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ.
പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേസന് വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ല കള്ളലാണത് കൊണ്ട് അല്ലാഹുവേ പുഴുക്കൾ തിന്നാതെ മണ്ണ് തിന്നാതെ ഖബറിന്റെ അകത്ത് കിടക്കാറുള്ള ഭാഗ്യവാ രണ്ട് പ്രതിഫലം കൂടെ പറയാ വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ فوقاهم الله شر ذلك اليوم കരിങ്കല്ലത്താലി പള്ളിയുടെ കബർസാലുമ്പോ നാളെ ജനങ്ങൾ മുഴുവനും പരലോകത്തേക്ക് കടന്നു പോകുന്ന ദിവസം അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഒരു ദിവസമെങ്കിലും അന്നം കൊടുത്ത വാപ്പാ ചിറകു വെച്ച് പറക്കുകയാ അല്ലാഹുവിന്റെ കോടതിയിലൂടെ അതാ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ വേദന പോലും അറിയാത്ത മുടി നരച്ചു പോകുന്ന ഒരു ചാൺമുകളിൽ സൂര്യൻ നിൽക്കുന്ന പടച്ചറബിന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറവകളെ പോലെ പറന്ന് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലെത്തുമ്പോ അവിടെ നിൽക്കുന്ന മലക്ക് ചോദിക്കുന്ന പെണ്ണെ ആരാ ഹൽ റഅയ്തു ഹിസാബ് ഹൽ റഅയ്തു സിറാത്ത് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ പെട്ടെന്നതിന്റെ വിചാരണ കഴിഞ്ഞു സിറാത്ത് താണ്ടിയിട്ടാണോ നരകം താണ്ടിയിട്ടാണോ പറന്നു വരുന്നല്ലോ ഉമ്മ പെങ്ങളെ നിനക്കല്ല തരുന്നതാണ് ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലകാഹു നദറതൻ വസുറൂറാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ് അവസാനത്തെ പ്രതിഫലം പടച്ച റബ്ബിനെ കാണാനുള്ള ഭാഗ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവര് അല്ലാഹുവേ പടച്ചവര് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്